മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മിയോടും കണ്ണേട്ടനോടും കരുണ സ്നേഹം കാണിക്കുന്നതും അല്പം സോഫ്റ്റായിട്ട് സംസാരിക്കുന്നതെല്ലാം നമ്മുടെ ഉണ്ണിയും ദുർഗയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് തനിക്ക് തോന്നിയ ആ ഒരു സംശയം അറിയിക്കുകയും ചെയ്യുന്നു. കരുണയെ പോലൊരു പെൺകുട്ടി അവരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തോ കാര്യമുണ്ട്. അതേ മോനെ, അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ കരുണമോള് അവളോടും അവനോടും ക്ഷമിക്കുന്നതല്ല. പ്രത്യേകിച്ചും നമ്മളൊക്കെ ഇത്തിരിയെങ്കിലും വിട്ടുവീഴ്ച കാണിക്കാൻ നിന്നാൽ പോലും കരുണമോളാണെങ്കിൽ അവളോടും അവനോടും ഒരല്പം പോലും വിട്ടുകൊടുക്കുന്നതല്ല. ഇപ്പം മോളുടെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അവളുടെ അച്ഛന് മാനസികമായി പ്രശ്നം ഉണ്ടായ സമയത്താണ് അവൾക്ക് ഈ മാറ്റം ഉണ്ടായത്. അമ്മയ്ക്കറിയില്ലേ, പലതവണ നമ്മൾ അയാളെ കാണാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയപ്പോൾ ഹോസ്പിറ്റലിലും വീട്ടിലും ഒക്കെ കൊണ്ടുവന്ന്, എന്തിനേറെ പറയുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ പോലും, മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം പോലും നമ്മളെ കാണിക്കാൻ അവൾ അനുവദിച്ചില്ല. അയാൾ എന്തോ സത്യം നമ്മളോട് വിളിച്ചു പറയുമെന്ന് അവൾ പേടിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ അച്ഛൻ്റെ ആത്മാവ് എന്തുകൊണ്ട് അവളുടെ അച്ഛൻ്റെ പിന്നാലെ പോയി എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും വ്യക്തതയില്ല. എനിക്ക് നല്ല സംശയമുണ്ട്. എൻ്റെ അച്ഛൻ്റെ കൊലപാതകി നീ അവളുടെ അച്ഛനെങ്ങാണോ ആയിരിക്കുമോ? അതുങ്ങാണോ ഇനി കണ്ണേട്ടനും അവരും കൂടി കണ്ടുപിടിച്ച് അതിൻ്റെ പേരിലാണോ അവളിങ്ങനെ അവരുടെ ദാസിയായിട്ട് നടക്കുന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുമ്പോൾ ഒരിക്കലും ആയിരിക്കില്ല. അയാളെന്തിനാ നമ്മുടെ വിശ്വേട്ടനെ കൊല്ലേണ്ടത്? വിശ്വേട്ടനും അയാളും തമ്മിൽ യാതൊരു പകയുണ്ടായത് എനിക്കറിയില്ല. അതല്ല, ഇനി അപകടത്തിൽ അയാളുടെ ലോറിയെങ്ങാനും ഇടിച്ചായിരിക്കുമോ നമ്മുടെ അച്ഛൻ മരിച്ചത്? ആ ഒരു സത്യം തിരിച്ചറിഞ്ഞ് അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമോ കരുണ ഇങ്ങനെ അവരെ തൊഴുതു നിൽക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അധികം താമസിക്കാതെ ഞാൻ ഈ സത്യം കണ്ടുപിടിച്ചിരിക്കും, അതുറപ്പാ. എന്തായാലും അവൾ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി. അത് കണ്ടുപിടിക്കാതെ ഇനി പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ ഉറച്ച തീരുമാനം മനസ്സിലെടുക്കുന്നുണ്ട്. അപ്പം ദുർഗയും ഉണ്ണി പറയുന്നത് സംശയത്തോടെയാണ് കേട്ടു നിൽക്കുന്നത്, സത്യമായിരിക്കുമോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ. അതേസമയം കരുണയ്ക്ക് ഈ ഒരു അവസ്ഥ താങ്ങുന്നതിനും അപ്പുറമാണ് വീട്ടിൽ മഹാലക്ഷ്മിയുടെയും അതുപോലെ കണ്ണേട്ടൻ്റെയും ഭയന്ന് ജീവിക്കണം എന്ന് മാത്രമല്ല, അവരെന്ത് പറഞ്ഞാലും അക്ഷരം പ്രതി അനുഭവിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ട ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന് വിചാരിച്ചതേയില്ല. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ മുത്തശ്ശിയും അതുപോലെ തൻ്റെ അച്ഛനും കാരണമാണ് തനിക്ക് ഈ ദുർവിധി വന്നതെന്നുള്ള സങ്കടത്തിൽ ആ ദേഷ്യം തീർക്കാനായിട്ട് നേരെ കരുണാലയത്തിലേക്ക് വരുന്നുണ്ട്. അച്ഛനെയും മുത്തശ്ശിയും കണ്ട് അവളുടെ വിഷമവും ദേഷ്യവും എല്ലാം പ്രകടിപ്പിക്കുന്നു. എന്തായാലും അച്ഛന് വട്ടിളകി എൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയില്ലേ. അച്ഛൻ ഒറ്റ ഒരാൾ കാരണം ഞാൻ ആ വീട്ടിൽ ഇപ്പോൾ വെറും ഒരു വേലക്കാരിയായിട്ട് മാറി. അയാളുടെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്ന വെറും ഒരു കളിപ്പാവ. എന്ത് ദ്രോഹ അച്ഛാ ഞാൻ അച്ഛനോട് ചെയ്തത്? എൻ്റെ കണ്ണീര് കണ്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോയിട്ട് ആ കണ്ണീരിനേക്കായും തോരാ കണ്ണീരിലേക്കാണല്ലോ അച്ഛൻ എന്നെ കൊണ്ടുവന്ന് എത്തിച്ചത് എന്ന് പറയുമ്പോൾ മോള് വിഷമിക്കേണ്ട. ഈ അവസ്ഥ അധികം താമസിക്കുന്നതിന് മുമ്പിട്ടേ മാറും. ഈ അവസ്ഥ മാറാൻ പോകുന്നില്ല. ഇനി ഒരിക്കലും എനിക്ക് ആ പഴയ കരുണയായിട്ട് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഉണ്ണിയേട്ടനെ ഉപേക്ഷിച്ച് വരാനും മനസ്സ് വരുന്നില്ല. ഇത്രയും വർഷം ഒരുമിച്ച് താമസിച്ചില്ലേ, എങ്ങനെ ഉപേക്ഷിക്കും എന്ന് പറയുമ്പോൾ മോള് സങ്കടപ്പെടേണ്ട. മോളെ മാനസികമായി വിഷമിപ്പിക്കുന്ന അവളെ അവനെയും ഞാനൊന്ന് കാണുന്നുണ്ട്. അവർക്കുള്ള കൂലി ഞാൻ തന്നെ കൊടുത്തോളാം. അയ്യോ എൻ്റെ പൊന്നേ വേണ്ട. ഒരു തവണ അച്ഛൻ കൂലി കൊടുത്ത് എൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് കരുണ തൊഴുത് ദേഷ്യം പിടിച്ചങ്ങ് പോകുന്നു. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ പ്രതാപനോട് പറയുന്നു, നീ ഒറ്റ ഒരുത്തൻ കാരണം എൻ്റെ കുഞ്ഞ് ഈ അവസ്ഥയിൽ ഇപ്പോൾ നീറുന്നത്. നിനക്ക് സന്തോഷമായില്ലേ? ഞാൻ ആകുന്ന നിൻ്റെ വാ പൊത്തിയതാ. സത്യങ്ങളൊന്നും വിളിച്ചു പറയലേന്ന്. എന്തിനു പറയുന്നു? വഴിയെ പോകുന്നവരെ പോലും തടഞ്ഞു നിർത്തി വിശ്വനാഥനെ കൊന്നത് ഞാനാന്ന് ആ മാർക്കോയെ പോലും നീ അറിയിച്ചില്ലേ. പിന്നെ എങ്ങനെ കണ്ണൻ അറിയാതിരിക്കും? ഇനി വരുന്നതെല്ലാം അനുഭവിക്കുക, പിന്നെ അല്ലാതെ എന്ത് ചെയ്യാനാ? അതേസമയം പ്രതാപനാണെങ്കിൽ വാമദേവനെ കാണാനായിട്ട് പോകുന്നുണ്ട്. തൻ്റെ മകൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ വാമദേവനെ അറിയിക്കുന്നു. താനാണ് അതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞ് വാമദേവൻ പ്രതാപനെ കുറ്റപ്പെടുന്നത് കേട്ടിട്ട് പ്രതാപൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ വിശ്വൻ്റെ ആത്മാവ് എന്നെയും കൊണ്ട് പറയിപ്പിച്ചതാ. അറിഞ്ഞ് ഞാൻ എൻ്റെ മോളുടെ ജീവിതം തകർക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഇതിൻ്റെ പേര് അവളും അവനും എൻ്റെ കൊച്ചിനെ ചൂഷണം ചെയ്യുന്നു. അത് ഞാൻ അനുവദിക്കത്തില്ല. ഒരു കുറ്റം ചെയ്താലും 10 കുറ്റം ചെയ്താലും അനുഭവിക്കുന്ന ശിക്ഷ ഒന്ന് തന്നെയാണ്. ഇനി ആ ഒരു ശിക്ഷ ഏറ്റുവാങ്ങിയാലും ശരി തന്നെ. അവളെ അവനെ സമാധാനത്തിൽ ജീവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ചില ഉറച്ച തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടെടാ വാമ എന്ന് പറയുമ്പം വാമദേവൻ പറയുന്നു, എൻ്റെ പൊന്ന് പ്രതാപ, ഇപ്പം എനിക്ക് അതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല. മഹാലക്ഷ്മിയിൽ നിന്നും കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതും നടന്നില്ല. അതിൻ്റെ പേര് ആ മാർക്കോയും കണ്ണനും
അനന്തും കൂടി ചേർന്ന് എന്നെ കൊല്ലാക്കൊല ചെയ്യിപ്പിച്ചു. ഇപ്പം എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് പണമോ മറ്റു നേട്ടങ്ങളോ ഉണ്ടാക്കണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ എനിക്കും എൻ്റെ മോനും ജോലിയില്ലെങ്കിലും മാസം തോറും കൃത്യമായി ശമ്പളം തരുന്നു. ഇനി അതുകൂടി ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്നറിഞ്ഞ് ഇല്ലാണ്ടാക്കണോ? പിന്നെ ഞങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ പ്രതാപൻ പറയുന്നു, എനിക്കൊരു കൊട്ടേഷൻ തന്നവരായാലും പണം തന്ന് ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒറ്റുകൊടുക്കുക എൻ്റെ സ്വഭാവമല്ല. എത്രയോ സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാളെ വേണമെങ്കിൽ എനിക്ക് ഒറ്റ കൊടുത്തുകൂടായിരുന്നോ? ഇപ്പം എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കൊലപാതകിയായി. എന്നിട്ട് പോലും ഞാൻ ഇയാളെ ഒറ്റ കൊടുത്തില്ലല്ലോ. ഒന്നും പേടിക്കണ്ട. അവനെ അവളെ ഇല്ലാണ്ടാക്കിയാലും അതിൻ്റെ പിന്നിൽ നിങ്ങളാണെന്നുള്ള കാര്യം ഞാൻ തുറന്നു പറയില്ല എന്ന് വാമദേവന് വാക്കു കൊടുക്കുമ്പം വാമദേവന് ഒരല്പം സന്തോഷമാകുന്നു.